ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പോളോ GT ആണ്. GT TSI ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ 2015 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. 2015 മോഡൽ സിംഗോണ വാഹനം, കമ്പനി സർവീസൊക്കെ പറയുന്ന വാഹനം. വെറും 59,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കളയുന്നുള്ളൂ. ഇതിൻ്റെ ഇന്നലോട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സ്ക്രാച്ചോ ഡെന്തോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട് വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇതിൻ്റെ കണ്ടേക്കാം. ഓക്കെ, പിന്നെ ഈ വാഹനത്തെ കുറിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പോളോൻ്റെ ഏറ്റവും നല്ല കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റെഡാണ് പോളോൻ്റെ ഏറ്റവും നല്ല കളർ. റെഡ് പോളോ കിട്ടാനായിട്ട് കുറച്ച് പാടാൻ മാത്രമല്ല നല്ല ഡിമാൻഡാണ്. കുറച്ച് പൈസ കൂടുതൽ റെഡിന് നമ്മൾ എക്സ്ട്രാ ചിലവാക്കാറുണ്ട് പോളോ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ. ബോക്സാൻ്റെ ഒക്കെ ഏറ്റവും നല്ല റെഡ് കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോളോ ഇത് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ GT എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, DSG ഗിയർ ബോക്സ് വന്നേക്കുന്ന നല്ല കലക്കൻ പവറും കാര്യങ്ങളൊക്കെ തരുന്ന വാഹനം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് പോളോൻ്റെ GT. അപ്പോൾ പോളോ GT TSI എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു എന്താണ് വില എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റ് അറിയാവുന്നതാണ്. അത് മാത്രമല്ല ഈ ഒരു വാഹനം റെഡ് കളറും കൂടിയാണ്. അപ്പോൾ റെഡ് GT എന്ന് പറഞ്ഞാൽ പിന്നെ അത് വേറെ റേഞ്ചാണ്. നല്ല രീതിയിൽ തന്നെ ഡിമാൻഡ് നിൽക്കുന്നൊരു വാഹനം കൂടിയാണ് പോളോൻ്റെ GT റെഡ് സീരീസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഒരു രീതിയിലുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ഡീസൻ്റായിട്ട് ഉപയോഗിച്ചാണ് വാഹനമാണ്. അത് നിങ്ങൾക്കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആണോ, റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല റെഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കോഡ, അതേപോലെ ഫോക്സ് എൻ്റെയൊക്കെ റെഡാണ്. പിന്നെ കൂടിയ വണ്ടികളാകുമ്പോൾ ഓടി എൻ്റെയൊക്കെ റെഡൊക്കെ പെർഫെക്റ്റാണ്. അപ്പോൾ ഈ ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം വിശദമായിട്ട് കാണിക്കാം. അതേപോലെ തന്നെ വീലാർച്ചും ടയർ കണ്ടീഷനും അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയേക്കാം. വീലാർച്ചിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുമല്ലോ, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അത്രയ്ക്ക് നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ചാണത്. ടയർ കണ്ടീഷൻ നോക്കാം. അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ നീറ്റായിട്ടിരിക്കുന്നു. ബോണറ്റ് നോക്കാം, ബോണറ്റും സ്ക്രാച്ചോ ഡെൻ്റൊന്നുമില്ല. ഹെഡ് ലാംപ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന ഹെഡ് ലാംപ്സ്. അതേപോലെ ഗ്രില്ല് നോക്കാം, ഗ്രില്ലും പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെ ഇരിക്കുന്നു. ഇനി ഇവിടെ ബമ്പേഴ്സ് നോക്കിയാൽ ബമ്പേഴ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ബമ്പേഴ്സാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ഡീസൻ്റായിട്ട് നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ. അതേപോലെ ഇനി നമുക്ക് സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ടയർ കണ്ടീഷൻ ആയാലും നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ ഇവിടെ സ്പോയിലറും കാര്യങ്ങളും നോക്കാം. അതേപോലെ റിയർ ഭാഗത്ത് വിൻഷീൽഡിലെ ആ ഒരു ഡീഫോഗറും കാര്യങ്ങളൊക്കെ കാണാം. TSIയുടെ ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. കണ്ടോ. നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഡോർ നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന രണ്ട് ഡോർസ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഡോർ പാഡ്സ് നോക്കാം. 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീറ്റ്സും കാര്യങ്ങളും നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന സീറ്റ് കവേഴ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ നോക്കാം. സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഡാഷ്ബോർഡാണത്. മിഡിൽ നോക്കാം. മിഡിൽ ഭാഗം നോക്കുമ്പോൾ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC ഡിസ്പ്ലേയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സ്റ്റിയറിംഗിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് 59,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ മാറ്റും അതേപോലെ തന്നെ ബ്ലാക്ക് തീമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡോർ പാഡ്സൊക്കെ കാണാം. സീറ്റ്സ് ആയാലും കുഷനൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട്. റിയർ ഭാഗത്ത് സീറ്റ്സ് നോക്കാം. റൂഫ് നോക്കണമെങ്കിൽ റൂഫും വളരെ നീറ്റായിട്ടിരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. പയ്യൊന്ന് എക്സിറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ ഞാനിവിടെ ഡോർ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോ GTയുടെ ആ ഒരു പാസഞ്ചർ സൈഡ്. ഇവിടെ പവർ വിൻഡോസിൻ്റെ നോബ് കാര്യങ്ങൾ കാണാം. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിറ്റാച്ചബിൾ ഹെഡ് റെസ്റ്റ് കാണാം. അതേപോലെ തന്നെ ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കണ്ടോ. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്തിലേക്കൊന്ന് വായിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് നിൽക്കുന്ന എൻജിനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന എൻജിൻ ഭാഗം നമുക്ക് കാണാം. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗം നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഉണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എൻജിൻ ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എഡ്ജസ്റ്റും കൂടി നോക്കാം. എഡ്ജസ്റ്റ് എന്തെങ്കിലും പേസ്റ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കാം. കണ്ടോ,
വളരെ നീറ്റായിട്ട് അഡ്ജസ്റ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ലിഡും കൂടി നോക്കിയാൽ ആ ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ച് ഉണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്ത് നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നോക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. കേട്ടോ, ഓക്കെ, നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ബൂട്ടിൽ എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നങ്ങൾ അറിയണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്വാഭാവികമായിട്ടും ഓപ്പൺ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോക്സ്വാഗൻ പോളോൻ്റെ ആ ഒരു ബൂട്ട് സ്പേസിലേക്ക് നോക്കുമ്പോൾ വളരെ നീറ്റായിട്ട് ഇങ്ങനെ ബൂട്ടാണത്. കേട്ടോ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് വ്യൂ നോക്കാം. ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡൗൺ പോർഷനിൽ ഇവിടെ കണ്ടോ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാറ്റുമുള്ള ചെറിയ അഴുക്കും കറയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് സ്പേസ് കുറവായിരിക്കും, കാരണം പോളോ ആണത്. അതേപോലെ നമുക്ക് ഇനി പ്ലാറ്റ്ഫോം നോക്കിയിട്ടിൻ്റെ ടയർ നോക്കാം. ടയർ നോക്കുമ്പോൾ ഇവിടെ ഫുൾ കണ്ടീഷൻ ഗ്രിപ്പുള്ള ടയേഴ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ, പ്ലാറ്റ്ഫോം താഴേക്ക് ഇടാം. അതിനുശേഷം ഇതിൻ്റെ അഡ്ജസ്റ്റിലേക്കും വായിക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പോളോ GT TSI കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആണ്, DSG ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്, സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ കിലോമീറ്റേഴ്സ് 59,000 കിലോമീറ്റർ മാത്രം എടുക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ റേറ്റ് പറയാം. റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്, ഷോറൂമിലേക്ക് എത്തുന്ന ടൈമിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ രീതിയിലുള്ള ചെറിയ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്തു തരാം. 7012665202 നമ്പറിനകത്തേക്ക് വിളിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7,10,000 രൂപയാണ്. 7.10 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്കായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത